എങ്ങോട്ടാണ് പോകുന്നത്? കൊല്ലം. ഓക്കെ. എന്തിനാണ് കൊല്ലത്ത് പോകുന്നത്? അപ്പം കൊല്ലത്ത് നമ്മൾ പോയാണ് പാസ്പോർട്ട് ഓഫീസിലാണ്. ഓക്കെ. ഇപ്പോൾ സമയം എത്രയായി? 7:15 അല്ല 7:20. നമുക്ക് 9:15 ടൈം തന്നിരിക്കുന്നത്. 9:15 കൊല്ലം ബീച്ച്. ഇപ്പോൾ നമ്മളിപ്പോൾ അടൂർ എത്തി കേട്ടോ. അടൂർ കളിക്കാനുള്ള പരിപാടിയേ ഉള്ളൂ. അടൂരുണ്ട്. അടൂർ സിഗ്നലാണ്. വലത്തോട്ട് തിരുവനന്തപുരം. രാവിലെ ഇപ്പോഴാണ് അത് കണ്ടത്. ഇവിടെ സ്റ്റുഡിയോ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ വൺ വേ ആണിത്. രാവിലെ ആയതുകൊണ്ട് വൺ വേ ഒന്നുമില്ല. അടൂരൊക്കെ മാറിപ്പോയി. പത്തനംതിട്ടയെക്കാളിലും ശരിക്കും മാറിയത് അടൂരാണ്. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കിടക്കും. അടൂര് ശരിക്കും ഇച്ചിരി വിശാലത ഉണ്ടായിരുന്നു. അതിന് ഈ ഹൈവേ ഇതിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഡെവലപ്മെന്റ് എല്ലാം അടൂക്ക് തിരുവല്ലയും പോകുന്നത്. പത്തനംതിട്ട കുറച്ച് ഉള്ളിലോട്ടുള്ളത് ആയതുകൊണ്ടാണ് പത്തനംതിട്ടയ്ക്ക് അത്ര ഡെവലപ്മെന്റ് ഉണ്ടാകാത്തത്. ആണോ? മഴയാ, ബീച്ചിൽ പോകാൻ പറ്റത്തില്ല. മഴയാണ്, ബീച്ചിൽ പോകാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റൂല. ബീച്ചിൽ പോയിട്ട് നീ എന്നെ എടുക്കാനാടാ? കളി മാത്രമേ ഉള്ളൂ. ഈ സിഗ്നൽ ജസ്റ്റ് കത്തിയും കിട്ടും കേട്ടോ. അപ്പം സിഗ്നൽ നിൽക്കണ്ട. അപ്പൊ നമ്മൾ ഏത് റൂട്ടാ പോകുന്നത്? റൂട്ട് പറഞ്ഞില്ലല്ലോ. തുവ്യൂർ, കടമ്പനാട്, പിന്നെ ഭരണിക്കാവ് വഴിയാ പോകുന്നതെന്നറിയാം. ബാക്കി നമുക്ക് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരണം. ഇതിലെയാ പോണ്ടിയതിലെയോ? അത് തെറ്റിക്കോന്ന് അറിയത്തില്ല. ഇവര് നേരെയാണോ പറയുന്നത്? ഒരു കൊട്ടാരക്കര ചെന്ന് വല്ലതും പോകുന്ന വഴിയായിരിക്കും അവര് പറഞ്ഞു തരുന്നത്. ഓക്കെ. നമ്മൾ ഇവിടുന്ന് ഭരണിക്കാവ് വഴിയിലെയോ? ഭരണിക്കാവ് സിഗ്നൽ ഇല്ല. പോകാം കേട്ടോ. ഇതൊക്കെ കാരണം സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ ഇങ്ങനെ കയറി വരും. വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോ അടുത്ത വണ്ടിക്ക് ഒന്നുകൂടെ മണക്കാലയിൽ ഇപ്പൊ തുടങ്ങിയേക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇത് ഡിവൈൻ മെഡിക്കൽ സെന്റർ. ഓർത്തോപീഡിക്, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി ഇതെല്ലാം ഉണ്ട്. നല്ല വിദഗ്ധരായ ഡോക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. സ്പെഷ്യലി ഗൈനക്കും ഓർത്തോയും ഇത്തിരി സീനിയർ ഡോക്ടേഴ്സ് ആണ്. ഗൈനക്ക് ഓപ്പൺ ആയോ അവിടെ? ഗൈനക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോക്ടർ ബീന ആണോന്ന് അറിയത്തില്ല. ഡോക്ടർ ബീന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ഗൈഡൻസ് പുള്ളിക്കാരി ഇവിടെ ഇല്ലെങ്കിലും കാണും. മണക്കാലുള്ളവർക്കും മണക്കാല പ്രദേശങ്ങളുള്ളവർക്കും പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലാണ്. ലാബ് സൗകര്യങ്ങളെല്ലാം ഉണ്ടോ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലാബ് എല്ലാം ഉണ്ട് അല്ലേ? മെയിൻലി ഓർത്തോ, പിന്നെന്തൊക്കെയാ ഗൈനക്ക്, ജനറൽ മെഡിസിൻ എല്ലാം ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പീഡിയാട്രിക്സ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം നോർമലി അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇല്ലയോ? മണക്കാലെത്തി. മണക്കാല ചന്ത കഴിഞ്ഞിട്ട് സെമിനാരിപ്പടിക്കും ചന്തയ്ക്കും ഇടയ്ക്കായിട്ടാണ് ഈ ഹോസ്പിറ്റല്. അല്ല, ചന്തയ്ക്ക് തൊട്ട് മുൻപാന്ന് തോന്നുന്നല്ലേ ചന്ത. മണക്കാല ചന്തയ്ക്ക് തൊട്ട് മുൻപായിട്ട് വരും. സെമിനാരിക്ക് മുൻപായിട്ടും വരും, അടൂറിൽ നിന്ന് വരുമ്പോൾ. പക്ഷെ ഇവിടെ അടുത്തുള്ളവർക്കൊരു ഇതാണ്, ലൈഫ് ലൈനിൽ പോകുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ ഇവിടെ റീച്ച് ചെയ്യാൻ പറ്റും ഇല്ലയോ? നമ്മളെവിടെ എത്താറായി? നീ പറയണ്ട, പിള്ളേര് പറയട്ടെ. തുവ്യൂരായോ? കേവലം എവിടെ എത്തിയടാ? തുവ്യൂരായോ? തുവ്യൂർ എന്തുവാ ഉള്ളത്? തുവ്യൂർ എന്താണ് സ്ഥലം? അത്ര മാത്രമേ ഉള്ള സ്ഥലം? അമ്മയുടെ വീട് തുവ്യൂർ അത്ര മാത്രമേ ഉള്ളോ? അമ്മച്ചി അപ്പച്ചനോടുണ്ട് തുവ്യൂര്. തുവ്യൂർ അത്ര മാത്രമേ ഉള്ളോ? പറയാൻ വേണ്ടി പറഞ്ഞത്. നല്ലൊരു വളമാണല്ലോ. അപ്പം കടമ്പനാടാണ് ഇത്. എത്ര മണിക്കാടാ ഓപ്പൺ ആകുന്നത്? 9 AM? എത്ര ഇനിയും പറയുന്ന സമയം വല്ലതും നോക്കിയിട്ടുണ്ടോ അതിൻ്റെ?
51 minutes. അപ്പോൾ 1 മണിക്കൂർ കൂടി ഇനിയുണ്ട് ഇല്ലയോ? കടമ്പനാട് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് ശാസ്താംകോട്ട അല്ലേ? 7 മൈലാകുമ്പോൾ ഒരു ലെഫ്റ്റ്. 7 മൈലോ? ഓക്കെ ഓക്കെ. ഇനിയുണ്ടോ 51 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയായി? 7:30 അല്ല 7:30 കഴിഞ്ഞു. നമ്മളൊരു 8:30 ആകുമ്പോഴത്തേക്ക് ചെല്ലുമായിരിക്കില്ലയോ? അതിൻ്റെ അകത്ത് 1 മണിക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1.5 മണിക്കൂർ പിടിച്ചോ? അത്ര സമയം എടുക്കും അവിടെ നിന്ന് ചെല്ലാനൊക്കെ ഉണ്ട്. പക്ഷെ കൊല്ലം വരെ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്ക്, റോഡ് വലിയ തിരക്കില്ല. ആണോ? ആണോ? എനിക്ക് നമ്മൾ ടൗണിൽ പോകത്തില്ലെന്നാ തോന്നുന്നേ. അന്ന് ഞങ്ങൾ കൊല്ലം പോയത് കുണ്ട്ര വഴിയാ പോയത്. അന്ന് ഈ അമ്മാമ്മയുടെ 2 മരിച്ചപ്പോ. ആണോ? കൊട്ടാരക്കര കുണ്ടറ ആ വഴിയങ്ങാണ്ടാ പോയത്. അതായിരിക്കും. നിങ്ങൾ എവിടെ പോയെന്ന് പറഞ്ഞേ? കൊല്ലം ബീച്ചിലാണ് നമ്മളിനും പോകുന്നത്. കൊല്ലത്ത് മരണത്തിനോ? ഏത് റൂട്ടാ പോയത് നിങ്ങള്? കൊട്ടാരക്കര കുണ്ടറ വഴിയാ പോയത്. അപ്പൊ അന്നേരം ഈ റൂട്ടല്ലേ പോയേ? നേരെ ഭരണിക്കാവ് നേരെ കൊല്ലം നേരെ. അടുത്തൊരു മെയിൻ ആണ് ഭരണിക്കാവ് കേട്ടോ, മെയിൻ ഡെസ്റ്റിനേഷൻ. ലെഫ്റ്റ് വരുന്നുണ്ട്. എന്തുവാ? ലെഫ്റ്റ് 7 മൈലാണ്. ആണോ? ഭരണിക്കാവിന് പോകാൻ അവിടെ നിന്നാ തിരിയേണ്ടത്. അത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഊക്കമുക്ക് കണ്ണാശുപത്രി ഉണ്ട്, അതിന്റെ മുന്നിൽ കൂടെ പോകുന്ന റോഡ്. ആണോ? ഇത് ഹൈവേ അല്ലേടാ? ഹൈവേ എന്ന് പറയാൻ പറ്റത്തില്ല. ആണോ? നീ എന്തുവാടാ ഞാനോട് മുന്നിൽ ആക്ഷൻ കാണിക്കുന്നേ? ഫെൽസി എന്തിയേ? ഫെൽസി ഉറങ്ങുവാണോ? ഉണ്ടോ? ഉണ്ടോ? അമ്മച്ചി എന്തിയേ? അമ്മച്ചി പുറകിലാണോ? അമ്മച്ചി മിണ്ടായിരിക്കും. വീട്ടിൽ പോയപ്പോ നമ്മൾ ഈ റൂട്ട് തന്നെ പോയെ. കൊല്ലത്തിന് പോയപ്പോ ഷിബയുടെ വീട്ടിൽ പോയപ്പോഴോ? ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ പോയായിരുന്നു. നമ്മളുടെ കൂടോ? ഓർക്കുന്നില്ലേ? പിള്ളേരും എല്ലാരും കൂടെ. ആണോ? ആ ടൗണിന്റെ അകത്ത്. ആണോ? ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ കൂടെ ഹോളി ക്രോസ് പഠിച്ച ഷീബ. ആണോ? ഇല്ല ഓർക്കുന്നില്ല. ഭരണിക്കാവ് എത്തി. അവിടെ ബോർഡുണ്ടോ നോക്കിയാൽ മതി. കൊല്ലത്തിന് വല്ല ബോർഡുണ്ടോ നോക്കിയാൽ മതി. കൊല്ലം ബോർഡുണ്ടോ നോക്കിയാൽ മതി. ആ ബസ് എങ്ങോട്ടുള്ള? അപ്പൊ കുട്ടികളെ കൊല്ലം പോകുന്ന ബസ്സാ? കുണ്ടറ വഴി കയറുന്നതാണോ? ഓ ഇത് ഭരണിക്കാവ് ബോർഡ് നോക്കണം. തിരുവനന്തപുരം നേരെ ശാസ്താംകോട്ട നേരെ ലെഫ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കൊല്ലത്തിന് കൊല്ലം എനിക്ക് നേരെയാ ശാസ്താംകോട്ട ചെന്ന് പോകുന്നതാണെന്ന് തോന്നുന്നു എളുപ്പം. അത് എനിക്ക് തോന്നുന്നു കല്ലട വഴി അങ്ങ് കൊല്ലം പോകുന്ന തിരുവനന്തപുരം പോകാൻ കല്ലട വഴി പോകും. നമ്മളന്ന് പോയത് നേരെയാ പോയത്. ചോദിക്കാൻ ആരോടല്ലോ? ഭരണിക്കാവാണിത്. അവിടെ ബോർഡ് നോക്കിയോണേ. ബോർഡ് എന്തുവാ നോക്കിയോ? കൊല്ലം നേരെ. എനിക്ക് തോന്നുന്നു അതിലേയും പോകാൻ വയ്യ. അതായിരിക്കും അവര് അവിടെ ബോർഡ് കൊടുക്കാഞ്ഞത് ചിലപ്പോ. പക്ഷെ ഇവിടെ അല്ല ബോർഡ് കൊടുക്കണ്ടേ, അപ്പുറത്തായിരുന്നു ബോർഡ്. ഇവിടെ അല്ലായിരുന്നു ബോർഡ് കൊടുക്കണ്ടേ, അപ്പുറത്തായിരുന്നു ബോർഡ് എടുക്കണ്ടേ. അപ്പുറത്തെ ബോർഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് കൊടുക്കേണ്ടത് ഇല്ലേ? ഇപ്പൊ ഇവിടെ ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ബോർഡ് കൊടുത്തിട്ടാണ് പ്രയോജനം? എന്തുവാ അപ്പുറത്ത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും, ആർക്കറിയാം. മാറിയത് കൊണ്ടൊരു കോളുണ്ട്. മഴ പെയ്തില്ലായിരിക്കും. ഇനിയും പെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇവിടെയും പെയ്തിട്ടുണ്ട് കേട്ടോ, മഴ ഇവിടെയും പെയ്തിട്ടുണ്ട്. അയ്യോ, ശാസ്താംകോട്ടയിൽ റൈറ്റ് ആണ് അല്ലേ? ആ റൈറ്റ് ആണ് നമ്മൾ അന്ന് പോയത്.
റൈറ്റാണ്. തെറ്റിയത് ഇവിടെ. ഇപ്പോൾ ഇതാണ് ശാസ്താംകോട്ട. ഇവിടെ ഉണ്ട് കൊല്ലം. അവിടെ ബോട്ട് കൊടുത്തിട്ടുണ്ട്. കൊല്ലം നേരെ ചവറ അല്ല വലത്തെ ചവറ നേരെ ഒരു ടെമ്പിളുണ്ട് ഇടത്തോട്ട്. ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന എന്ത് ഗുണമാണെന്നറിയാമോ? എന്ത് തണലും കാര്യങ്ങളുമാ. പക്ഷെ മഴ ഡേഞ്ചറുമാണ്. എത്രയോ അടുത്ത് വണ്ടികളുടെ ഒക്കെ മുകളിലൂടെ അത് വീണേക്കുന്നു ഈ മഴ സമയത്ത്. അതും ഒരു ശരിയാണ്. ഇപ്പൊ വന്ന് ഭയങ്കര കാറ്റല്ലേ ഇവിടെ നാട്ടിലെല്ലാം. അതും ശരിയാണ്. പക്ഷെ നല്ല തണലാണ് കേട്ടോ. ഓർക്കുന്നില്ല, ഒരു സ്കൂൾ ബസിന്റെ മുകളിലോട്ട് ഒരു എനിക്കൊന്ന് 2 വർഷമായെന്ന് തോന്നുന്നു, ബസ് വീണിട്ട്. അത് സ്കൂൾ ബസിന്റെ നടുഭാഗത്തായിട്ട് വീണ് എത്ര പിള്ളേർ അന്ന് മരിക്കുകയൊക്കെ ചെയ്തു. ആണോ? ഇവിടെ കേരളത്തിലോ? ശാസ്താംകോട്ടയിലെ മീൻ, കായലിലെ മീൻ കഴിഞ്ഞു പോയി. റോഡ് തിരക്കായി കഴിഞ്ഞു, തിരക്കായി തുടങ്ങി കേട്ടോ. റോഡിന് വീതി കുറവായത് കൊണ്ടാണോ അതോ റോഡിന് വീതി കുറവായത് കൊണ്ടാണോ അതോ വണ്ടികൾ കൂടുതലായത് കൊണ്ടാണോ? നീ പറഞ്ഞ 800 ആണ്ട് പോന്നു. രാവിലെ ഇന്ധനം അടിച്ചത് കൊണ്ട് പമ്പ് അങ്ങ് ഇങ്ങൊക്കെ കാണും. അതാണ് ഏതോ ഒരു കുരിശുമൂടാണെന്ന് തോന്നില്ല. നമ്മളിവിടെ ആയിരുന്നു തിരിയേണ്ടത്. അന്ന് മരണത്തിന് പോയപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ നേരെ പോയി. ഇവിടെ ആയിരുന്നു നമ്മൾ തിരിയേണ്ടത്. ഈ സ്ഥലത്ത് ആഞ്ഞിലിമുട്ടി നമ്മൾ തിരിയാഞ്ഞത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി വഴി തെറ്റി ഒത്തിരി പോയത്. ഇനി അപ്പം ഇത് ഓർത്ത് വെച്ചാൽ കൊച്ചുമോടെ വീട്ടിൽ പോകാൻ ഇതിലാണോ പോണ്ടി? അല്ലല്ലോ, ഞങ്ങളുടെ ബന്ധമാകുമ്പോൾ കൊച്ചുമോടെ ബന്ധവും വരും. ഐക്യതരപ്പച്ചനാണോ അവിടെ മരിച്ചേ? ഇതാണ് ഇതിലെ പോയതാ? ഐക്യതപ്പച്ചൻ മരിച്ചപ്പോ ഒരു സൺഡേ ഞാനും കൊച്ചുമോളെ ചേച്ചി എല്ലാവരോട് പോയായിരുന്നു. ഈ റൂട്ടിൽ കൂടാ? ഇതല്ല, അതുവഴി കൊച്ചുമോളെ ചേച്ചിക്ക് വഴി അറിയായിരുന്നു, അതുകൊണ്ട് അന്ന് തെറ്റിയില്ല. അതെ, വഴി അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വഴി ശ്രദ്ധിക്കത്തില്ല. അതാണ് അതിനകത്ത് ഒരു നെഗറ്റീവ്. അതുപോലെ ഈ മാപ്പിട്ട് പോയാലും നമ്മൾ വഴി ശ്രദ്ധിക്കത്തില്ല. ഇത് ഓർത്ത് വെച്ചോണം. ഇനി കൊല്ലം പാസ്പോർട്ട് ഓഫീസിൽ പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന്. നമ്മളിത് 2ാമത്തെ ടൈമാണ് പോകുന്നത് കൊല്ലം പാസ്പോർട്ട് ഓഫീസിൽ. പക്ഷേ എങ്കിൽ ഇപ്പോഴും നീ വന്നിട്ടുണ്ട്, പക്ഷെ നീ മറന്നു പോയതാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട് പോയതാ കൊല്ലം പാസ്പോർട്ട് ഓഫീസിൽ. അല്ല, നമ്മൾ കൊല്ലത്താ പോയത്. 2ാം തവണയാണ് കൊല്ലത്ത് പോകുന്നത്. കൊല്ലത്ത് എവിടെയൊക്കെയോ പോയൊന്നു എല്ലാം ഓർത്തിരിക്കാൻ പറ്റുമോ? 4-5 വർഷം മുമ്പ് പോയൊരു അല്ല നമ്മളോട് പോയ 5 വർഷം മുമ്പ് പോയ കാര്യം ഇപ്പോഴെങ്ങനെ ഓർക്കുന്നത്? ഇന്നലെ പോയ കാര്യം ഇന്ന് കറക്റ്റ് വഴി ഓർക്കുന്നില്ല. അന്നേരം 5 വർഷം മുമ്പ് പോയ കാര്യം ഓർക്കുന്നത്. ഓ, എവിടെ ഓർക്കാനാ? ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇതായിട്ട് പോകും. റോഡെല്ലാം മാറുമല്ലേ ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച്. ട്രെയിൻ പോകുന്നു കേട്ടോ, ട്രെയിൻ പോകുന്നു കണ്ടോ? ട്രെയിൻ കാണുന്നത് കാണാൻ മാർഗല്ലോ, ട്രെയിൻ പോകുന്നത് കാണാൻ മാർഗല്ലോ കേട്ടോ. അത് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ട്രെയിനാണ് കേട്ടോ. ഇതിന് വേണ്ട, ഇപ്പം ഇതിവിടെ വണ്ടി വരുന്നുണ്ട്. എന്തായാലും വെയിൽ വന്നത് കൊണ്ട് ഓക്കെ ആയി. ഇവിടെ കൊല്ലത്താണ്ട് കുറേ കടകളൊക്കെ. വെഡ്ഡിങ് സെൻ്റർ ആണോ അത് മുന്നിൽ കാണുന്നത്? അതിൻ്റെ ബോർഡാണോ? വെഡ്ഡിങ് സെൻ്ററിൻ്റെ ബോർഡാണെന്ന് തോന്നുന്നു കണ്ടിട്ടത്. പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. റോഡ് മോശമുണ്ടോ? റോഡെല്ലാം പൊട്ടിപ്പൊളിച്ച് നടക്കുക ഇല്ലയോ? ചവറ നേരെ പിന്നെന്താ തേക്കും ഭാഗം വലത്തെ, തേവലക്കര വലത്തെ. ഇവിടെന്താ ബോർഡ്? തേക്കും ഭാഗം. തെക്കും ഭാഗമാണോ? തേക്കല്ലേ? തെക്കും ഭാഗം നമുക്ക് നേരെയല്ലേ? നമുക്ക് നേരെയാണ്. അങ്ങോട്ട് നല്ല റോഡായിരുന്നു കേട്ടോ. ഇതേ ജംഗ്ഷൻ ഏതായത്? വായിക്കാമോടാ? ചേനങ്കര. ഈ പേരുകളൊക്കെ ഓർത്തിരിക്കാനാ പാട്. മിനിമം മെയിൻ സ്ഥലങ്ങളുടെ പേര് ഓർത്താൽ. നമ്മുടെ മെയിൻ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? അടൂര്, ശാസ്താംകോട്ട, ശാസ്താംകോട്ട. അടുത്ത മെയിൻ ജംഗ്ഷൻ ഏതാന്ന് പറഞ്ഞില്ല.
ചേന്നങ്കര അത് വലിയ ജംഗ്ഷനാണ് ചേന്നങ്കര. റോഡൊന്നും കാണാൻ പോലും ഇല്ല, എല്ലാം കാട് കയറി കിടക്കുക. പുത്തൻ സങ്കേതോ നേരെയല്ലേ? തേവലക്കരയാണിത്. ഓ ഇതാണോ തേവലക്കര? അപ്പൊ 2 തേവലക്കരയുണ്ടോ? തേവലക്കര മെയിൻ ഇതാണ്. മാവേലിക്കര ഒരു തേവലക്കര ഇല്ലയോ? തേവലക്കര തെരുവെന്ന് പറയുന്നുണ്ടോന്ന് തോന്നിയത്. ആണോ? ഈ മാവേലിക്കര ഒരു തേവലക്കര ഇല്ലേ? മാവേലിക്കര അങ്ങോട്ട് പോകുന്ന വഴി ഇല്ലയോ? കടപ്പായിൽ തേവലക്കര, കടപ്പാ തേവലക്കര. കടപ്പായി ഈ കടപ്പ കേട്ടിട്ടുണ്ട്. കടപ്പ പിയോ, ഞങ്ങള് തേവലക്കരയിൽ താമസിക്കുമ്പോൾ അടുത്ത പിയോ. ഈ കടപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൈൽസ് പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. കടപ്പ തുണിക്കടയാണത്. കടപ്പക്കല്ലോ, കടപ്പക്ക അങ്ങനെ എന്തോ ഒരു പേരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മറന്നുപോയി. കടപ്പ എന്തോ ആണ് സാധനം. ഉണ്ടോ പഴയ കാലത്ത് സൈക്കിള് കണ്ടുണ്ടോ? ഈ സൈക്കിളൊന്നും ഇപ്പം കാണുവാനില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന സൈക്കിളൊന്നും ഇപ്പം കാണുവാനില്ല. അവിടെ കുറേയേറെ മിക്ക സൈക്കിൾ നടക്കുന്നത്. ഇപ്പോഴത്തെ സൈക്കിളൊക്കെ മോഡേൺ സൈക്കിളാണ്. അത് ഇതേണ്ട പഴയ കാലത്തെ സൈക്കിൾ ഒരാൾ വരുന്നുണ്ടാ കണ്ട, പഴയ കാലത്തെ സൈക്കിള്. ഇവിടെ കുറേ പേര് സൈക്കിളേ വരുന്നുണ്ട് കേട്ടോ. ഇതേണ്ടിരിക്കുന്ന പഴയ കാലത്തെ സൈക്കിള്. ദോണ്ടിരിക്കുന്ന പഴയ കാലത്തെ സൈക്കിള്. ദോണ്ട കടയുടെ അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഭാഗത്തൊക്കെ ഇപ്പം പിള്ളേർ ഗിയറുള്ള സൈക്കിള്, 5 ഗിയർ 10 ഗിയർ സൈക്കിളല്ലേ കയറത്തുള്ളൂ. ഇവിടെ കുറേ പേര് ഇങ്ങനെ പഴയ കാലത്തെ സൈക്കിളെ യാത്ര ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേയേറെ സൈക്കിൾ നമ്മളിപ്പം കണ്ടു. ഇതുകൊണ്ടാണ് അവിടെ ഇരിപ്പുണ്ട്, കടയുടെ അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട് സൈക്കിളാണ്. കണ്ടായിരുന്നോ നിങ്ങളെ? അതേണ്ടിരിക്കുന്നത് കണ്ടാ? കണ്ടാ? റാലി ഉണ്ട്, ഹെർക്കുലീസ് ഉണ്ട്, അങ്ങനെ കുറേ സൈക്കിൾ ഉണ്ടായിരുന്നു. അതേണ്ടിരിക്കുന്നു. അതേണ്ട സൈക്കിളേ വരുന്നു. ഇവിടെ ഉള്ളൂ ഇത്രയും ആൾക്കാർ ഇങ്ങനെ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതും പഴയ കാലത്തെ സൈക്കിള്. പിള്ളേർ സെറ്റവർക്ക് അത് വേണ്ട, അതേ ഇരിക്കുന്നു. ഇപ്പോഴത്തെ അത് പെട്ടെന്ന് കേടാകത്തില്ല. അതേണ്ട ഒരാൾ ഓടിച്ചോണ്ട് വരുന്നു. ഒത്തിരി പ്രായമൊന്നും ഇല്ലാത്ത ആളാ. നോക്കാം ആരായാലും നമ്മൾ ഈ ഭാഗത്താണ്. ഈ സ്ഥലപ്പേര് എന്തുവായിരുന്നു? അതേണ്ടിരിക്കും സൈക്കിള്. നമ്മൾ വേറെ നമ്മൾ ഇത്രയും സൈക്കിൾ വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഓ നമ്മൾ ഹൈവേയിൽ കയറി കേട്ടോ. ഇതാ മെയിൻ ഹൈവേ ആണെന്ന് തോന്നുന്നല്ലേ? ഇവിടുന്ന് മതി കണ്ടു. ഇവിടാണ് ഹൈവേ പണി. ഇത് അണ്ടർപാസ് തോന്നി കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഹൈവേ കയറി ഇല്ലയോ? അപ്പൊ ഇനി നമുക്ക് വലിയ ദൂരം കാണുന്നത്. എത്ര സമയം ഉണ്ടോ ഇനി പറയുന്നേ? 16 കിലോമീറ്റർ, 16.9 കിലോമീറ്റർ. ഏതോ KMML കമ്പനി ആട്ടോ, വലിയൊരു കമ്പനി ആട്ടോ ഇവിടെ. ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഇഷ്ടം പോലെ കാണാൻ. ആണോ? ഇഷ്ടംപോലെ കമ്പനി ഉണ്ടല്ലോ. എല്ലാം ഒരു ഡെവലപ്ഡ് സിറ്റിയാണ്. പക്ഷെ ഈ കമ്പനികൾ വരുന്നത് കൂടുതലും ഇൻഡസ്ട്രി ഏരിയയില, അല്ലാതെ ടൗണുകളിലല്ല വരുന്നത്. ഇത് ചവറയാണോ സ്ഥലം? ഓ കൊല്ലം എത്തിയില്ല. ഇനി അരമണിക്കൂറുണ്ട് അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് 8:45 നമ്മൾ ചെല്ലത്തുള്ളൂ. തിരിച്ച് കുണ്ടറ വഴി പോയാൽ മതി നമുക്ക്. അതാ ഇച്ചിരി എളുപ്പം എനിക്ക് തോന്നുന്നു. ആണോ? കുണ്ടറ കൊട്ടാരക്കര. ഓ അതാണ് അത് ഇവര് കാണിച്ചതല്ലേ? ചവറ എത്തണ്ട നമുക്ക്. ചവറേ പോവണ്ട. ഒന്ന് പോയാൽ കൊള്ളാം. നീണ്ടേരെ പോവാണെങ്കിൽ ഇത് മേടിച്ച് 20 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കുള്ള മീൻ വല്ലതും മേടിക്കാം. അങ്ങനെ നീണ്ടവരെ അങ്ങനെ ചില്ലറയായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ലേലം വിളിച്ചെടുക്കുന്നതേ കാണത്തുള്ളൂ. ചില്ലറയായിട്ട് കാണുമെന്ന് തോന്നുന്നില്ല അവിടെ. അതിനെല്ലാം പോകുന്ന വഴിക്ക് തുവയൂരൊക്കെ കയറുവാണെന്നുണ്ടെങ്കിൽ പിന്നെ സമയം ഒത്തിരി പോവും, ഇരുന്ന് അഴുക്കാവും. ഈ റോഡിനൊക്കെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് സെറ്റപ്പ് ആകും കേട്ടോ. മൺട്രോത്തുരുത്ത് ഒരു ദിവസം ഒന്ന് പോണം. എവിടെയാ? മൺട്രോത്തുരുത്ത്. അതെവിടാ?
ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ 8 9 ദ്വീപ് അങ്ങാണ്ട് കൂടി ചേരുന്ന ഒരു ആ. തുരുത്താണ് മൺട്രൂ തുരുത്ത് എന്ന് പറയുന്നത്. അച്ഛാ വള്ളത്തെ പോകുന്നത് ആഹാ 2 മണിക്കൂറത്തേക്ക് എനിക്ക് തോന്നുന്നു 1200 രൂപ കണ്ടാന്ന് തോന്നുന്നു പെർ ഹെഡോ അതോ പെർ ഹെഡ്. ഒരു ഗ്രൂപ്പ് സൈക്കിൾ ഒരു ഗ്രൂപ്പായിട്ടല്ല പോകുന്നത് അപ്പോൾ? ഗ്രൂപ്പായിട്ട് 8 പേരെ അങ്ങാണ്ട് ഒരു വെള്ളത്തിൽ കയറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 8 വെള്ളം ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവൊന്നുമില്ല. അപ്പോൾ അതിനും പെർ ഹെഡാണ്? പെർ ഹെഡാണ്. ചെറുതായാലും ശരി വലുതായാലും ശരി. ചെറുതിന്റെ കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, അതിവിടെ അടുത്തൊക്കെ ഉണ്ടെന്ന് തോന്നില്ലയോ? കൊല്ലത്ത് അടുത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇവിടെ കൊല്ലം ജില്ലയാണ്. എവിടായിട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസോ ഏതാണ്ടൊക്കെ ഉണ്ട് കാണാൻ. അവിടെ ഒരു പാർക്കോ ഏതാണ്ടൊക്കെ ഉണ്ട്. ഈ സമയത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ കൊല്ലം മുഴുവൻ കാണാം. ഓ, അങ്ങനെയാണ്. അതാണോ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്? അല്ലാതെ രാത്രിയിലുള്ള വട്ടമിട്ടുള്ള കാണുന്ന പരിപാടികളൊന്നും അല്ല. ലിഫ്റ്റ് വഴിയും കയറാൻ മുകളിലോട്ട് ആഹാ, സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു. ഓക്കെ. പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇവിടെ എല്ലാം ഗ്രീൻ കളറാണ്. നമ്മുടെ പത്തനംതിട്ടയിലെല്ലാം ബ്ലൂ കളറാണ്. ഇത് ഈ പ്രൈവറ്റ് ബസ്സിനെല്ലാം ഇത് കൊല്ലം ജില്ലയിൽ ഗ്രീൻ കളറാണ്. ഇവിടെ എല്ലാം ഗ്രീൻ കളറാണ് കാണുന്നത്. ഓക്കെ, പത്തനംതിട്ടയിലെല്ലാം ബ്ലൂ കളറാണ് കാണുന്നത്. പത്തനംതിട്ടയിൽ ബ്ലൂ കളറാണ്. ആഹാ, പിന്നെ വേറെ ചങ്ങനാശ്ശേരിയിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെയും ഗ്രീൻ കളറാണ് കണ്ടേക്കുന്നത്. ആണോ? ചങ്ങനാശ്ശേരിയിലോട്ടൊക്കെ വരുന്ന വണ്ടികളായിരിക്കും നമ്മൾ അവിടെയൊക്കെ പച്ച കളർ ചിലപ്പം കാണുന്നത്. ഇങ്ങനെ കളർ കോമ്പിനേഷൻ ഉണ്ടോ? ഓരോ ജില്ലയ്ക്ക് ഓരോ കളറാ? നെറ്റിലൊന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ ഓക്കെ, ഇത് വീഡിയോ കാണുന്ന ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. ഓരോ ജില്ല പ്രൈവറ്റ് ബസ്സിന് കളർ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലയോ? വീഡിയോ ആരെങ്കിലും കാണുന്നവർ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ കളർ ഞാൻ കണ്ടിട്ടില്ല. ഓറഞ്ച് കളർ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ഇനിയും ബ്ലൂവും ഗ്രീനും മാത്രമേ പ്രൈവറ്റ് ബസ്സിന് പറ്റൂ എന്നും ഉള്ളൂന്ന് കാര്യവും അറിയത്തില്ല. ഈ 2 കളർ മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ എന്നറിയത്തില്ല. പക്ഷേ ഇവിടെ അടുത്ത ബസ് വരുന്നതും ഗ്രീൻ ആണ് കേട്ടോ. ഈ പറഞ്ഞാൽ കറക്റ്റാണെന്ന് തോന്നി കേട്ടോ. അടുത്ത ബസ് വരുന്നതും ഗ്രീൻ ആണ്. അപ്പം ചിലപ്പോൾ അങ്ങനെയല്ലോ ആയിരിക്കും, ആർക്കറിയാം. നമ്മുടെ എന്താ പറയുക, ഇത് ടൂറിസ്റ്റ് ബസ്സെല്ലാം വെള്ളയാക്കണം പറഞ്ഞിട്ട് ആക്സിഡന്റിന് ശേഷം എന്തോ നിയമം വന്നതായത് ആണോ? അറിയില്ല എന്താണ് ഇത്. ടൂറിസ്റ്റ് ബസ്സിന് വൈറ്റ് ഇടാവുള്ളതെന്ന് വന്നില്ല. അതേപോലെ ഒത്തിരി കുഴിയിലോട്ടാണ്. കുഴി അത്ര വലുതാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ആക്സിഡന്റ് എനിക്കറിയാം. അത് കോളേജ് പിള്ളേരെ എല്ലാവരും രാത്രി ടൂറിന് കൊണ്ടുപോയി പോയതാണ്. എൻ്റെ അടുത്ത ബസ് വരും, അതും ഗ്രീന്. അപ്പോൾ ശരിയായിരിക്കും കേട്ടോ നീ പറയുന്നേ. അതിൻ്റെ അടുത്ത ബസ് നമ്മൾ കാണുന്നത് ഗ്രീനാണ്. അപ്പോൾ ആയിരിക്കും ഈ ഭാഗത്തെല്ലാം ഗ്രീൻ ആയിരിക്കും. ആർക്കറിയാം, നമുക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ അടുത്ത വെച്ചുകൊണ്ട് വരുന്ന ബസ്സും ഗ്രീനാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പുറത്ത് ഇപ്പോൾ 2 നടുക്കൂടെ വേറൊരു റോഡും സാധാ റോഡും. ഉണ്ട് താഴെ ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് കാണത്തില്ല. ഒത്തിരി ബീച്ചുകളുണ്ട് ഇവിടെ. അതിന് ഏതോ ഒരു ബീച്ചാണ്. പക്ഷേ ഹൗസ് ബോട്ടാണോ നടക്കുന്നതല്ല? ഫിഷിംഗ് ബോട്ടാണോ? എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. ഇവിടെ റോഡ് തിരക്കാ. നീ നോക്കണ്ട. വലിയ റോഡ് പണി നടക്കുന്ന കേട്ടോ. ഇനി ഒരു 3-4 ഹൗസ് ബോട്ടാണോടാ? ആണോ? ഫിഷിംഗ് ബോട്ടാണോ? ഇവിടെ വരണം. ഓ, ഇപ്പൊ ഇവിടെ നിന്നായിരിക്കും മീൻ മേടിക്കാൻ പോകുന്നത്. നല്ലൊരു ഫിഷിംഗ് ബോട്ടാണല്ലോ. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നല്ലോ ചെന്ന് നിൽക്കുന്നത്. ഇങ്ങനെ ടൈം ഒന്നും തരത്തില്ലായിരുന്നു. അതിന് എത്രയും 7 മണിയാകുമ്പോഴേ ചെന്ന് 9 മണിക്ക് തുറക്കുന്നതിന് 7 മണി മുതലേ അവിടെ ക്യൂവിൻ്റെ അകത്ത് നിൽക്കണമായിരുന്നു. അത് ഭയങ്കര ലൈനായിരുന്നു കൊണ്ട്. എന്നിട്ട് ഇത് തുറക്കുന്നുടനെ ഇടിച്ചകത്തോട്ട് ഒരു ഓട്ടം. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ. ഇങ്ങനെ സിസ്റ്റം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടേ നല്ലതായി. നേരെ ക്യൂവിൻ്റെ അകത്ത് നിന്നാൽ ആ സ്റ്റെപ്പേ പോലും ക്യൂവിൻ്റെ അകത്ത് നിന്ന് വേണം കയറാൻ. എന്നിട്ട് ചെന്നിട്ട് എന്തെങ്കിലും ഒരു ബോർഡ് നോക്കിയേ വീണ്ടും ഇറങ്ങണം. നോക്കിയോണേ നമ്മൾ ഓൾറെഡി ചിന്നക്കട നേരെ 2 കിലോമീറ്റർ ബീച്ച് ഉണ്ട്. ഏതാ ബീച്ച്? കൊല്ലം ബീച്ചായിരിക്കും. ചിന്നക്കടയിലോട്ട് പോകും. ഇനിയിപ്പോ കൊല്ലം ഇങ്ങോട്ടായി. ഇതാ ചിന്നക്കടയാണോ? ചിന്നക്കടയ്ക്ക് 2 കിലോമീറ്റർ. കൊല്ലം ആയതേ ഉള്ളൂ.
ഓ ഇത് കൊല്ലം ടൗൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ചിന്നക്കട കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാ ടൗണിലോട്ട് വരുന്നത്. ആ ഓക്കെ. ചിന്നക്കട ഇപ്പം ടൗണിൽ നിന്ന് ഇപ്പം കൊട്ടയം പോകുന്ന റൂട്ട് പോവാ. ഇത് കൊട്ടയം പോകുന്ന റൂട്ടിലെ ചിന്നക്കട. ആ അപ്പോൾ ഇത് കൊല്ലമാണ്. ഇത് കൊല്ലം ടൗൺ ആണില്ലയോ? കൊല്ലം ടൗൺ ഒന്നും ഓപ്പൺ ആയില്ലല്ലോ. റെസ്റ്റോറൻറ്റ് അങ്ങനെ നമ്മൾ കൊല്ലം എത്തി ഇല്ലയോ? ഇനി ഏകദേശം 2.6 കിലോമീറ്ററൂടെ ഉള്ളൂ. ഓവർ ബ്രിഡ്ജ് ആണെന്നുള്ള ആൾക്കാർക്ക് നടത്തുന്നതിനുള്ള ഒരു സംഭവമാണല്ലോ ഇല്ലയോ? ഓക്കെ, ആൾക്കാർക്ക് വന്നിറങ്ങാനുള്ള സിഗ്നലുണ്ടോ? കാണുന്നില്ലയോ? ഇവിടെ ബ്ലൂ ബസ്സിലാണ്. ബ്ലൂ ബസ്സിൻ്റെ ഫ്രണ്ടിലാണ് കിടപ്പുണ്ട്. കോട്ടയമാണത്. ഇവിടെ ഫ്രണ്ടിലൊരു ബ്ലൂ ബസ് കിടപ്പുണ്ട്. അത് നോക്കി അറിയാൻ പറ്റുമായിരിക്കും. അതെന്തെഴുതിയിരിക്കുന്നത് അതിൻ്റെ കൊല്ലം ഒരു കൊല്ലം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ബോർഡ് നോക്കണം കേട്ടോ എന്തുവാന്ന്. അപ്പോൾ അറിയാൻ പറ്റും അത് എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന്. എൻ്റെ ബോർഡ് കാണാൻ വയ്ക്കാൻ പറ്റുമോ? ബസ്സിനോട്ട് കയറി വരുവാ. കൊല്ലം അമ്പലക്കുന്ന് എന്തെങ്കിലും ബസ്സിന് പേര് കൊല്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ അത് ലോങ്. നമ്മൾ ടൗണിന്റെ അകത്ത് ഓടുന്ന ബസ്സുകൾ മാത്രമാണോ ഇനി ബ്ലൂ? അയൺ ബ്രിഡ്ജ്. എന്തോ അയൺ ബ്രിഡ്ജ് എന്നോ? നമ്മള് ഇത് കൊല്ലം ടൗൺ, എല്ലാം കൊല്ലം ടൗൺ ആണെന്ന് തോന്നില്ലയോ? അടുത്ത സിഗ്നൽ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് പോവാണെങ്കിൽ ഇവിടെ കിടക്കുന്ന എങ്ങോട്ടാടാ? അങ്ങോട്ട് അത് കൊല്ലം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അത് കേട്ടോ. 1.6 കിലോമീറ്റർ കൂടെ ഉള്ളു ഇനി കേട്ടോ. അടുത്ത് നമ്മള് ചിന്നക്കടയാന്ന് എഴുതിയേക്കുന്നേ. നോക്കുന്നുണ്ട്. നീ വിട്ടോ. ഇതെല്ലാം കൊല്ലമാണ്. തിരികെ പോയാൽ മതി. നമുക്ക് നോക്കിപ്പാ. മെയിൻ റോഡിൽ തന്നെയാന്ന് തോന്നില്ലയോ? നമുക്ക് തിരുവനന്തപുരം പോകുന്ന റോഡേ കയറണം കേട്ടോ. തിരുവനന്തപുരം പോകുന്ന ബോർഡേ കയറണം. വലത്തോട്ട് സിഗ്നൽ കേട്ടോ. കൊട്ടാരക്കരയാണ് അങ്ങോട്ട് വരുന്നത്. തിരുവനന്തപുരം പോട്ടെ. ഈ പോകുന്ന ലെഫ്റ്റ് ആഴക്കൂടാണോ? നമ്മൾ മേളിക്കൂടായിരുന്നു പോകേണ്ടത്. അല്ല, നമ്മൾ കുറച്ച് മാറി. അവിടുന്ന് ഇനി അടുത്തടുത്തുനിന്ന് ലെഫ്റ്റ് പോകേണ്ടി വരും. പോട്ടെ. ചെറിയൊരു ബ്രിഡ്ജ്. ഈ ലെഫ്റ്റ് ബ്രിഡ്ജ്. പറഞ്ഞത് കറക്റ്റ് ആട്ടോ. 8:45 വരുമെന്ന് അവര് പറഞ്ഞ്. 8:45 8:46. നമ്മൾ ബ്ലോക്കിൽ കിടന്നപ്പോ 8:46. ബ്ലോക്ക് എന്തുവാണ് അവ ചന്തക്കകത്ത് അവരുണ്ടാക്കുന്നത്? ചന്തയല്ലേ, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. വണ്ടികളാ ഓൺ അടിച്ച വിളിക്കോട് ക്രോസ് ചെയ്യാതെ പോയി. പിന്നെ ചന്തയില്ല, അങ്ങോട്ടാ ചന്ത കേട്ടോ. വണ്ടിയെ ബ്ലോക്ക് ഉണ്ടാക്കിയത് കാര്യമില്ല. ചന്ത ദിവസമാകുമ്പോ അങ്ങനെയൊക്കെയാ. നമുക്കാണ് ബുദ്ധിമുട്ട്. പക്ഷെ അവർക്ക് നോക്കണേ 340 മീറ്റർ നേരെ പോയാൽ മതി. നേരെ 240 മീറ്ററൂടെ അവിടുന്ന് ഒരു റൈറ്റ് ഉണ്ട് കേട്ടോ. ആ സിഗ്നലിൻ്റെ അവിടുന്ന് റൈറ്റ് ആണ്. പാലം കയറി ഇവിടെ വന്നിറങ്ങുമായിരുന്നു. സിഗ്നലിൻ്റെ അവിടുന്ന് റൈറ്റ് ആണ്. ഇത് ലോറി സ്റ്റാൻഡാണ്. നേരെയല്ല, റൈറ്റ്. സിഗ്നലൊന്നും ഇല്ലല്ലോ. ഇല്ല റൈറ്റ്. ഇവിടെ വേണ്ട. പാസ്പോർട്ട് സേവ അതോടെ അവിടെ എഴുതിയിട്ടുണ്ട്. പോട്ടെ. നമ്മൾ പാസ്പോർട്ട് ഓഫീസിന്റെ സേവയുടെ അണ്ടർ കൊല്ലത്തെ ഇതിൻ്റെ അകത്ത് പോവുകയാണ്. പാർക്കിംഗ്. നേരെയല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ തിരിച്ച് നടന്നു വരേണ്ടി വരുമായിരിക്കും. എൻ്റെ കൊല്ലം പാസ്പോർട്ട് ഓഫീസിലെ എക്സ്പീരിയൻസ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.